ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ബാലേന്ദ്രൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ ശിവൻ കേട്ട് നിൽക്കുകയാണ്. വേറൊരു സ്ത്രീയിൽ, മെറീന ഫെർണാണ്ടസ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു സ്ത്രീയിൽ ബാലചന്ദ്രൻ ഉണ്ടായിരുന്ന കൊച്ചാണ് അലീന എന്നുള്ള കാര്യമാണ് ഇവർ മനസ്സിലാക്കുന്നത്. ഇവർക്കാന്ന് വെച്ചാൽ ഭയങ്കരമായിട്ട് ദേഷ്യം വരികയാണ്. വൈജയന്തിന് ചതിച്ചല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് ബാലേന്ദ്രൻ ഉണ്ടെങ്കിൽ ഒരു കൂസലില്ലാതാണ് പറയുന്നത്. പക്ഷേ ശിവനാണെന്നുണ്ടെങ്കിൽ അവിടെ വെച്ച് ഒന്നും പറയാനായിട്ട് പറ്റുന്നില്ല. കാരണം ഇടയ്ക്കിടയ്ക്ക് ബാലേന്ദ്രൻ ശിവൻ്റെ വായടുപ്പിക്കാൻ വേണ്ടിയിട്ട് വൈജയന്തിന് ആഗ്രയിലെ കഥ പറയുന്നുണ്ട്. സ്റ്റാൻലി ജോസഫ് എന്ന ആളായിട്ട് വൈജയന്തി കാണാറുണ്ടല്ലോ, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ചോദിക്കുകയാണ്. പക്ഷെ അതുകൊണ്ട് തന്നെ ശിവനൊന്നും പറയാൻ പറ്റുന്നില്ല കേട്ടോ, വിട്ട് പറയാൻ പറ്റുന്നില്ല. ബാലേന്ദ്രൻ്റെ വഴക്കൊന്നും പറയാനും പറ്റുന്നില്ല. അപ്പം ബാലേന്ദ്രൻ ചോദിക്കുന്നുണ്ട്, കല്യാണത്തിന് മുമ്പ് നിങ്ങളുടെ പെങ്ങൾ കന്യകയായിരുന്നു എന്ന് എന്നോട് തുറന്നു പറയാൻ പറയുമ്പോൾ ശിവനാകെ അന്തം വിട്ടു പോകുകയാണ് കേട്ടോ. കാരണം അത് തുറന്നു പറയാനായിട്ട് ശിവന് ഒരിക്കലും പറ്റൂല. അപ്പോൾ എനിക്കൊരു തെറ്റ് പറ്റിപ്പോയി എന്ന് പറയാണ് കേട്ടോ. അപ്പോൾ ശിവൻ അങ്ങനെ ദേഷ്യത്തോട് കൂടിയിട്ട് തിരികെ വീട്ടിലേക്ക് പോകുകയാണ്. അപ്പോൾ അലീനോട് കാര്യങ്ങളൊക്കെ പറയുമ്പോൾ അവരതൊന്നും വിശ്വസിച്ചിട്ടില്ല. ഇനി അവരുടെ അടുത്ത നടപടി എന്താണെന്ന് നമുക്ക് വഴിയെ മാത്രമേ അറിയാൻ പറ്റുള്ളൂ എന്ന് ബാലേന്ദ്രൻ അലീനോട് പറയുന്നുണ്ട്. ശിവനാണെന്നുണ്ടെങ്കിൽ നേരെ കമലിൻ്റെ അടുത്ത് ചെന്നിട്ട് ഈ കാര്യങ്ങളൊക്കെ പറയാണ് കേട്ടോ. ശിവൻ പറയുന്നുണ്ട്, ബാലേന്ദ്രന് ഗൾഫിൽ ജോലി ചെയ്തിരുന്ന സമയത്ത് ഒരു പെൺകുട്ടീനായിട്ട് പരിചയം ഉണ്ടായിരുന്നു. മെറീന ഫെർണാണ്ടസ് എന്നാണ് ആ പെണ്ണിൻ്റെ പേര്. അവളിൽ ബാലേന്ദ്രൻ ഉണ്ടായിരുന്ന ഒരു കുട്ടിയാണ് അലീന എന്ന് പറയുമ്പോൾ കമല ചോദിക്കുകയാണ്, അതെങ്ങനെയാണ് ബാലേന്ദ്രൻ മനസ്സിലായെന്ന് ചോദിക്കുമ്പോൾ അവൾ മരിച്ചു പോയി. ആ പെണ്ണ് മരിച്ചു പോകുന്ന സമയത്ത് ബാലേന്ദ്രനെ വിളിച്ചിട്ട് സത്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കഴക്കൂട്ടത്തുള്ള ഒരു അനാഥാലയത്തിൽ ബ്രിജിത്താമ്മയുടെ കയ്യിൽ, ബ്രിജിത്താമ്മ എന്ന് പറഞ്ഞൊരു സ്ത്രീയുടെ കയ്യിൽ കുഞ്ഞിനെ ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു. ആ കുഞ്ഞ് ആണ് തൻ്റെ കുഞ്ഞെന്നുള്ള കാര്യം ബാലേന്ദ്രൻ തിരിച്ചറിഞ്ഞത് അങ്ങനെയാണെന്നൊക്കെ പറയും കേട്ടോ. പക്ഷെ അതെങ്ങനെ അച്ഛന് അലീനയെ തേടി പിടിച്ചു എന്ന് കമല ചോദിക്കുമ്പോൾ പറയുന്നുണ്ട്, അത് ബാലേന്ദ്രൻ്റെ ഒരു മാസ്റ്റർ പ്ലാനിങ് ആയിരുന്നു. ബ്രിജിത്താമ്മനെ ഇവിടെ വന്ന് കണ്ട് ഒരു ഹോം നേഴ്സിനെ ആവശ്യമുണ്ടെങ്കിൽ അലീനനെ കൊണ്ടുവന്നോളാനായിട്ട് പറയാണ്. അപ്പോൾ ബാലേന്ദ്രന് തൻ്റെ മകളെ കാണാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെയൊക്കെ ഒരു പ്ലാനിങ്ങും ബാലേന്ദ്രൻ തയ്യാറാക്കിയെന്ന് പറയാണ് കേട്ടോ. അതൊക്കെ കേട്ടിട്ട് കമലയ്ക്ക് ആകെപ്പാടെ ദേഷ്യം വരികയാണ്. അപ്പം ബാലേന്ദ്രൻ മനഃപൂർവ്വമായിട്ട് വൈജയന്തിനെ ചതിച്ചതാണല്ലേ, ഇതങ്ങനെ വിട്ടുകൊടുക്കാൻ പാടില്ല. ഇനി വൈജയന്തി എന്തിനാണ് ബാലേന്ദ്രൻ്റെ കൂടെ ജീവിക്കുന്നത്, ബാലേന്ദ്രൻ്റെ കൂടെ ജീവിക്കേണ്ട എന്നൊക്കെ പറയാണ് കേട്ടോ കമല. അതിനുശേഷം കമല നേരെ മനുവിനെ വിളിക്കുകയാണ് കേട്ടോ. എന്നിട്ട് മനുവിനോട് കാര്യങ്ങളൊക്കെ പറയാണ്. അലീന വേറെ ആരുമല്ല, ബാലേന്ദ്രൻ്റെ മകളാണെന്ന് പറയുമ്പോൾ അത് അങ്കിള് ദത്തെടുത്തെന്ന് പറഞ്ഞതല്ലേ, ദത്തെടുത്തതൊന്നുമല്ല, നിൻ്റെ അങ്കിളിൻ്റെ ചോരയിൽ പിറന്ന കുട്ടിയാണ് അലീന എന്ന് പറയുമ്പോൾ മനു ആകെ ഞെട്ടിത്തെറിക്കുകയാണ് കേട്ടോ. അമ്മ എന്തൊക്കെയാണ് വിളിച്ച് പറയുന്നതെന്ന് ചോദിക്കുമ്പോൾ അത് ഞാൻ പറഞ്ഞത് സത്യം തന്നെയാണ്, ഇത് പറഞ്ഞത് വേറെ ആരുമല്ല, നിൻ്റെ അങ്കിള് തന്നെയാണെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ പറയാണ് കേട്ടോ. വേറൊരു സ്ത്രീയിൽ ഗൾഫിൽ പോയി ജോലി ചെയ്തിരുന്ന സമയത്ത് വേറൊരു സ്ത്രീയിൽ ഉണ്ടായിരുന്ന കുട്ടിയാണ് അലീന. നിന്നെയും നിൻ്റെ മുത്തച്ഛനെയും ഒക്കെ വിഡ്ഢിയാക്കിയതാണ് ബാലേന്ദ്രൻ എന്നൊക്കെ പറയാനിട്ട്. ഇതൊക്കെ കേട്ടിട്ട് ഭയങ്കരമായിട്ട് ദേഷ്യം വരികയാണ് കേട്ടോ മനുവിന്. അമ്മ ഇതൊക്കെ പറഞ്ഞത് സത്യമാണോ ചോദിക്കുമ്പോൾ അതെ, നിൻ്റെ അച്ഛനും ആൾക്കാരൊക്കെ അവിടെ നിന്ന് ഇപ്പോൾ വന്നതേ ഉള്ളൂ, ബാലേന്ദ്രൻ സമ്മതിച്ചു, ഇനി ബാലേന്ദ്രൻ്റെ ദത്തുപുത്രിയല്ല സ്വന്തം മകളാണ് എന്നുള്ള കാര്യം. നിൻ്റെ ആൻറ്റിനെ മക്കളെയൊക്കെ ബാലേന്ദ്രൻ ചതിക്കുകയാണ്. ഇപ്പം അവരൊന്നുമല്ല നിൻ്റെ അങ്കിളിന് വേണ്ടത് അലീനയാണെന്ന് പറയാണ് കേട്ടോ. നിന്നോട് പോലും ഈ വിവരം ഇത്രയും നാളായിട്ട് നിൻ്റെ അങ്കിൾ പറഞ്ഞിട്ടില്ലല്ലോ എന്നൊക്കെ പറയുമ്പോൾ മനുവിനിങ്ങനെ ഭയങ്കര ദേഷ്യവും സങ്കടമൊക്കെ വരികയാണ്. മനു നേരെ കടപ്പാട്ടൂർക്ക് പോവുകയാണ്. കടപ്പാട്ടൂർ എത്തുമ്പോൾ അവിടെ വൈജയന്തി മക്കളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ വൈജയന്തി ചോദിക്കുന്നുണ്ട്, അലീനനെ കാണാൻ വേണ്ടി വന്നതാണോ എന്ന് ചോദിക്കുമ്പോൾ അതെന്താ ആൻറ്റി അങ്ങനെ ചോദിച്ചത്, അലീനനെ കാണാൻ വേണ്ടി മാത്രമാണോ ഞാൻ ഇങ്ങോട്ട് വരാറുള്ളതെന്ന് ചോദിക്കുമ്പോൾ സാധാരണ നീ ഇപ്പോൾ അലീനനെ കാണാനാണല്ലോ വരവ്, പണ്ടത്തെ പോലെ ഞങ്ങളെയോ അല്ലെങ്കിൽ മറ്റുള്ളവരോ ഒന്നും നിനക്ക് കാണണ്ടല്ലോ, അവളെ കണ്ടാൽ മതിയല്ലോ എന്നൊക്കെ ചോദിക്കുകയാണ് കേട്ടോ. അതെ ശരിയാണ്, ഞാനിപ്പോൾ അലീനനെ കാണാൻ വേണ്ടി വന്നതാണ്. അലീനനെ മാത്രമല്ല എനിക്ക് അങ്കിളിനെ കാണാം, കുറച്ച് കാര്യങ്ങൾ അലീനോട് ചോദിക്കാനുണ്ട്, അങ്കിളിനോട് ചോദിക്കാനുണ്ട് എന്ന് പറഞ്ഞിട്ട് അലീനയുടെ റൂമിലേക്ക് തന്നെ പോവുകയാണ്. അലീനയുടെ റൂമിൽ പോയിട്ട് അലീനോട് ഇങ്ങനെ ഓരോരോ കാര്യങ്ങൾ ചോദിക്കുകയാണ്. എങ്ങനെ കഴക്കൂട്ടത്തെത്തിയെന്നും അനാഥാലയത്തിലെത്തിയെന്നും അതുപോലെ നിൻ്റെ അമ്മ ആരാണെന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ. അലീനയ്ക്കാണെന്നുണ്ടെങ്കിലും മനസ്സിലായി ബാലേന്ദ്രൻ പറഞ്ഞ നുണക്കഥ വിശ്വസിച്ചിട്ടാണ് മനു വന്നിരിക്കുന്നത്, അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ കുത്തി ചോദിക്കുന്നതെന്ന്. പക്ഷേ അലീനയ്ക്കാണെന്നുണ്ടെങ്കിൽ കറക്റ്റായിട്ട് മറുപടി ഒന്നും പറയാനും കിട്ടുന്നില്ല. കാരണം നുണയായതുകൊണ്ട് പെട്ടെന്ന് തന്നെ അലീനയ്ക്ക് മറുപടി പറഞ്ഞു കൊടുക്കാനായിട്ട്
പറ്റാത്തൊരു സാഹചര്യമായിട്ട് മനുവാണെന്നുണ്ടെങ്കിൽ കുത്തി കുത്തി ചോദിക്കുന്നുണ്ട്, നിൻ്റെ അമ്മയുടെ പേര് മെറീന എന്നാണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അതിനെക്കുറിച്ച് നിനക്കറിയോ, നിൻ്റെ അച്ഛൻ ബാലേന്ദ്രനാണോ എന്ന് നിനക്ക് ആദ്യമേ അറിയായിരുന്നോ, ഇത്രയൊക്കെ അറിഞ്ഞിട്ടും നീ എന്നിൽ നിന്നൊക്കെ മറച്ചു വെച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് അലീനനോടും ഒരിത്തിരി ദേഷ്യത്തിൽ തന്നെയാണ് കേട്ടോ മനു പെരുമാറുന്നത്. അതിന് ശേഷം നേരെ മനു പോകുന്നത് ബാലേന്ദ്രൻ്റെ അടുത്തേക്കാണ്. ബാലേന്ദ്രനോട് എന്നിട്ട് വിവരങ്ങളൊക്കെ ചോദിക്കാനിട്ട് എന്തായി ചർച്ചയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞപ്പോൾ ദത്തുപുത്രി സ്വന്തം മകളായി മാറിയല്ലോ എന്ന് ചോദിക്കാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ ഒരു തെറ്റ് പറ്റിപ്പോയി, എങ്കിൽ എത്ര നിസ്സാരമായിട്ടാണ് ഇത് പറയുന്നത്. ആവുന്ന കാലത്ത് കണ്ണി കണ്ട സ്ഥലങ്ങളിലൊക്കെ അലഞ്ഞു തിരിഞ്ഞ് ഒരു കുട്ടീനെ ഉണ്ടാക്കി സ്വന്തം വീട്ടിൽ കൊണ്ടു നിർത്തിയിട്ട് ഭാര്യനെ മക്കളെ ഒരുപോലെ വഞ്ചിച്ചു കൊണ്ടിരിക്കുന്ന അങ്കിളിനെ ഞാൻ എന്താണ് വിളിക്കേണ്ടത് എന്നൊക്കെ പറഞ്ഞിട്ട് വളരെ മോശമായിട്ടുള്ള രീതിയിൽ ബാലേന്ദ്രനോട് പറയാണ് കേട്ടോ. എന്നിട്ട് എൻ്റെ ആൻറ്റിനെ ചതിച്ചുകൊണ്ടിരിക്കുകയാണ്, ആൻറ്റിനെ കണ്ടുകൂടാ, മക്കളെ കണ്ടുകൂടാ, ഇപ്പോൾ ആദ്യമുണ്ടായ മകളെ മാത്രം മതി, വേറെ ആരെയും വേണ്ട എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മനു ഒരുപാട് വഴക്ക് പറയാണ് കേട്ടോ. ഇതൊക്കെ കേൾക്കുമ്പോൾ മനു അല്ല ബാലേന്ദ്രൻ പറയാണ്, മനു ഞാൻ പറയുന്ന കാര്യങ്ങൾ വേണ്ട, എനിക്ക് അങ്കിളിൻ്റെ അടുത്തൊന്നും കേൾക്കണ്ട, എനിക്കിതുവരെ അങ്കിളിനോട് സ്നേഹവും ബഹുമാനമൊക്കെയാണ്, ഒരു നിമിഷം കൊണ്ട് അതില്ലാണ്ടായല്ലോ, ഞാൻ വിചാരിച്ചിരുന്ന ഒരാളല്ല അങ്കിളെന്ന് എനിക്ക് മനസ്സിലായി എന്നൊക്കെ പറയുമ്പോൾ മനുവിനോട് പറയാണ്, മനു അവരെ മുന്നിൽ പിടിച്ചു നിൽക്കാൻ വേണ്ടി ഞാൻ അങ്ങനെയൊക്കെ പറഞ്ഞേ ഉള്ളൂ, അത് സത്യമല്ല എന്ന് പറയാണ് കേട്ടോ. എന്താ അങ്കിള് പറയുന്നത്, അങ്കിള് പറയുന്ന കാര്യം ഇനി ഞാൻ വിശ്വസിക്കണം എന്നാണ് പറയുന്നത്, അങ്കിള് ഇനി ഓരോരോ കഥകൾ ഇങ്ങനെ മാറ്റി പറയുമെന്നൊക്കെ ചോദിക്കുകയാണ്. അപ്പോൾ ബാലേന്ദ്രൻ പറയുന്നത് ആകെ ഒരു കഥയേ ഉള്ളൂ, ആ കഥ ഇപ്പം ഞാൻ നിന്നോട് പറയാമെന്ന് പറയാണ് കേട്ടോ. എന്നിട്ട് വൈജയന്തിൻ്റെ കഥ പറയാണ്, നിൻ്റെ ആൻറ്റി ഉണ്ടല്ലോ, ഞാൻ ഗൾഫിലായിരുന്ന സമയത്ത് 2 വർഷക്കാലം ആഗ്രയിലുണ്ടായിരുന്നു നിൻ്റെ വലിയച്ഛൻ്റെ കൂടെ, ഗംഗാധരൻ്റെ കൂടെ എന്ന് പറയാൻ കേട്ടോ. അതൊക്കെ നിനക്കറിയില്ലേ? അതെനിക്കറിയാം. അവിടെ വെച്ചിട്ട് സ്റ്റാൻലി ജോസഫ് എന്നൊരാളുമായിട്ട് നിൻ്റെ ആൻറ്റി പ്രണയത്തിലായിരുന്നു. അങ്ങനെ നിൻ്റെ ആൻറ്റിക്ക് ജനിച്ച കുട്ടിയാണ് അലീന എന്ന് പറയാൻ കേട്ടോ. അപ്പോൾ നിൻ്റെ ആൻറ്റിക്ക് ഒരു പെൺകുഞ്ഞ് ജനിച്ചു. ആ പെൺകുഞ്ഞിനെ നിൻ്റെ അതായത് നിൻ്റെ വലിയച്ഛനും കൊച്ചച്ഛനും അതുപോലെ നിൻ്റെ മുത്തച്ഛനും രാവുണ്ണി മേനോനും അങ്ങനെയൊക്കെ ചേർന്നുമായിട്ട് കഴക്കൂട്ടത്തുള്ള അനാഥാലയത്തിലാക്കി ബ്രിജിത്താമ്മയുടെ കയ്യിൽ. അവിടെ വെച്ച് ആ കൊച്ചാണ്, അതായത് കുഞ്ഞിരാമ മേനോനും മക്കളും കൂടെ ചേർന്ന് അനാഥാലയത്തിലാക്കി കൊണ്ട് കളഞ്ഞ ഒരു കുട്ടിയാണ് അലീന എന്നുള്ള കാര്യം പറയാണ് കേട്ടോ. അതായത് നിൻ്റെ ആൻറ്റി പ്രസവിച്ച കുട്ടിയാണ് അലീന എന്ന് പറയുമ്പോൾ അതിന് ഭയങ്കരമായിട്ട് ഞെട്ടിത്തെറിക്കാണ് കേട്ടോ. അങ്കിൾ എന്താ ഈ പറയുന്നത്, ഇതൊന്നും എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല എന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ സത്യം തന്നെയാണ്. ഈ സത്യം അറിയാവുന്നത് വേറൊരാളും കൂടി എൻ്റെ ഈ വീട്ടിൽ, കൃഷ്ണമോളോട് ഞാൻ ഈ സത്യങ്ങളൊക്കെ തുറന്നു പറഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ ഞാൻ എന്താ ചെയ്യുന്നത്, നിൻ്റെ ആനിനോട് ഇതൊക്കെ ചോദിക്കണോ? അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ പിന്നെ എനിക്ക് അവളെ കൂടെ ഈ വീട്ടിൽ ജീവിക്കാൻ കഴിയില്ല, അല്ലെങ്കിൽ പിന്നെ അവൾ എൻ്റെ കൂടെ ജീവിക്കുമോ ഈ വീട്ടിൽ? ഈ സത്യങ്ങളൊക്കെ ഞാൻ അറിഞ്ഞിട്ടുണ്ടെങ്കിലെന്ന് പറയാൻ കേട്ടോ. അതൊക്കെ കാണുമ്പോൾ മനുവിന് ഭയങ്കരമായിട്ട് സങ്കടം വരികയാണ് കേട്ടോ. അങ്കിള് എന്ന് പറയാൻ കേട്ടോ, ചതിക്കപ്പെട്ടവനാണ് മോനെ ഞാൻ. 22 വർഷക്കാലം നിൻ്റെ ആൻറ്റി എന്നെ ചതിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. നിൻ്റെ വീട്ടിലുള്ളവരും നിൻ്റെ അച്ഛനും കൊച്ചച്ഛനും വലിയച്ഛനും മുത്തച്ഛനും എല്ലാവരും കൂടെ ചേർന്നിട്ടാണ് എന്നെ ചതിച്ചത്. വേറൊരു സ്ത്രീ വേറൊരാളിലൊരു കുട്ടി ഉണ്ടായതിന് ശേഷം അത് മറച്ചു വെച്ച് എൻ്റെ ജീവിതത്തിലേക്ക് വന്ന് 22 വർഷക്കാലം ഞാൻ ചതിക്കപ്പെട്ടു എന്നൊക്കെ പറയുമ്പോൾ മനു ബാലേന്ദ്രൻ്റെ തോളിൽ ഒന്ന് പൊട്ടിക്കരയുന്നുണ്ട് കേട്ടോ. അതിനുശേഷം നേരെ അലീനയുടെ അടുത്തേക്ക് പോവുകയാണ് മനു. അപ്പോൾ അവിടെയാണെന്നുണ്ടെങ്കിൽ അലീനനെ ചായയൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അലീനനെ കാണുമ്പോൾ ഭയങ്കരമായിട്ട് സങ്കടം വരികയാണ് കേട്ടോ. കാരണം സ്വന്തം അമ്മയാണ് ഇത്രമാത്രം ക്രൂരമായിട്ട് പീഡിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നിട്ട് ഒരു വാക്ക് പോലും അലീന എതിർത്ത് വൈജയന്തിയോട് പറയുമോ അല്ലെങ്കിൽ വൈജയന്തിയുടെ മകളാണെന്ന് പറയുകയൊന്നും ചെയ്യുന്നില്ലല്ലോ. അപ്പോൾ അത് കണ്ടിട്ട് മനുവിന് ദേഷ്യം വരികയാണ് കേട്ടോ. മനു സത്യങ്ങളൊക്കെ ചോദിക്കുകയാണ്, അങ്കിളുടെ മകളല്ല, നീ ആൻറ്റിയുടെ മകളാണെന്നുള്ള കാര്യമൊക്കെ അറിഞ്ഞു എന്നുള്ള പറയുമ്പോൾ അലീന തൊഴുകൈകളോടെ മനുവിനോട് പറയാണ്, ബാലേന്ദ്ര സാറിൻ്റെ മേഡത്തിൻ്റെ ജീവിതം നശിപ്പിക്കണമെന്ന് കരുതിയിട്ടുമല്ല ഒരിക്കലും ഞാൻ ഇങ്ങോട്ട് വന്നത്, അമ്മയെ ഒന്ന് കാണാൻ വേണ്ടി മാത്രമാണ് വന്നത്. ഇങ്ങനെയൊക്കെ ആയിത്തീരുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചിരുന്നില്ല. മനുവേട്ട എന്നോട് ക്ഷമിക്കണം എന്ന് പറഞ്ഞിട്ട് തൊഴുകൈകളോട് നിൽക്കുമ്പോൾ മനു അലീനനെ ചേർത്ത് പിടിക്കാൻ കേട്ടോ, കെട്ടിപ്പിടിക്കുകയാണ്. എന്നിട്ട് പറയുന്നുണ്ട്, നീ വിഷമിക്കരുത്, നീ കരയരുത്, ഇനി നിനക്ക് ആരുമില്ല എന്നുള്ളൊരു തോന്നലും വരരുതെന്ന് അങ്ങനെ മനു പറയാൻ കേട്ടോ. കാരണം മനുവിനെ അത്ര ഇഷ്ടമായി കേട്ടോ അലീനോട്. അലീനെ ചേർത്ത് പിടിച്ച് ഇനി മനുവിൻ്റെ സ്വന്തമാണ് അലീന എന്നുള്ള രീതിയിൽ തന്നെ മനു സംസാരിക്കാൻ കേട്ടോ.